എല്ലാവർക്കും നമസ്കാരം. കുട്ടികളൊക്കെ ഒരു ടീനേജേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിച്ചു കളയും. സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുക, ഇങ്ങനെ പോയിരിക്കുക, ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി രാത്രിയിൽ തങ്ങുക, ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം അങ്ങനെ തങ്ങുക. അതിനെക്കുറിച്ച് ചോദിച്ചു കഴിയുമ്പം രക്ഷകർത്താക്കൾ നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്, അച്ഛനൊന്ന് പോയി, അല്ലെ അമ്മയൊന്ന് പോയേ, മമ്മിയൊന്ന് പോയേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചൂടാകും. ചിലപ്പോൾ ഏതെങ്കിലും പരിചയമില്ലാത്ത കുട്ടികളുടെ ബൈക്കിൽ പോകുന്നതോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീട്ടിൽ പോയി തങ്ങുന്നതോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ റൂമിൽ പോയി ഇരിക്കുന്നതോ ഒക്കെ ആയിരിക്കും രക്ഷകർത്താക്കൾ അറിഞ്ഞിട്ട് ഇങ്ങനെ ഇവരെ ഉപദേശിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോഴാണ് കുട്ടികൾ ഈ തരത്തിലുള്ള രീതിയിൽ പ്രതികരിക്കുന്നത്. അത് ഈ ഒരു ഭ്രമത്തിൻ്റെ ഭാഗമാണ്. ഈ കുട്ടികൾ ഇപ്പോൾ അവരുടെ ചെറുപ്പക്കാരിയായ അമ്മ, 40-40 ഒക്കെ വയസ്സുള്ള അമ്മ അയലോക്കത്തെ ചേട്ടൻ്റെ ബൈക്കിൽ എന്നും പോയിട്ട് വരുള്ളൂ, അയലോക്കത്തെ വീട്ടിൽ പോയി ആ ചേട്ടൻ തന്നെയുള്ളപ്പോൾ വീട്ടിൽ ഇരിക്കുന്നു എന്നൊക്കെ അവരുടെ കൂട്ടുകാർ ഇവരോട് പറയുമ്പോൾ അത് ഇവർക്ക് കുഴപ്പമില്ലേ? അങ്ങനെയാണെങ്കിൽ അതും ന്യായമല്ലേ? എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അവിടെ പോയിരിക്കും, നീ ആരോട് ചോദിക്കാമെന്ന് പിള്ളേരോട് അമ്മ ചോദിച്ചാൽ പിള്ളേർക്ക് എന്ത് തോന്നും? അത് പിള്ളേർ അംഗീകരിക്കും? ഒരു കാരണവശാലും ഇല്ലല്ലോ. അപ്പോൾ ഈ രക്ഷകർത്താക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളെ രക്ഷിക്കാൻ ബാധ്യതയുള്ളവരാണ്. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കുട്ടികളാണ്. അവരെ നോക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ആളുകളാണ് രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ അവരെ വേണ്ട രീതിയിൽ സംരക്ഷിക്കേണ്ടത്, അവർ വഴിതെറ്റിപ്പോകാൻ വഴികളൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ഇല്ലാതാക്കി രക്ഷിക്കേണ്ടത് രക്ഷകർത്താക്കളുടെ കടമയാണ്. അപ്പോഴാണ് ഒരു കുട്ടി യഥാർത്ഥത്തിൽ പ്രകൃതി എന്താണോ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ അത് അവർ ചെയ്യുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഈ റെയിൽപ്പാളത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് പോലെ ഇരിക്കും. പാളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ട്രെയിനിന് എന്ത് സംഭവിക്കും? അതുപോലെ തന്നെയാണ് അച്ചടക്കം എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ അച്ചടക്കത്തിൽ നിന്ന് വിട്ടുപോയിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പോയി കഴിഞ്ഞാൽ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇത് കുട്ടികൾ മനസ്സിലാക്കണം. അത് രക്ഷകർത്താക്കൾ അവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം.